ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോഴെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കും ഇവിടെ സുഖം തന്നെ. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോഴെന്നത്തെയും പോലെ ഇന്ന് നമ്മൾ കിടക്കാച്ചേരി ബ്യൂട്ടി ടിപ്പുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ, നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. എന്നും നിങ്ങൾ ചെയ്ത് ഒരു കുഴപ്പമില്ല, ആരും നിങ്ങളെ വഴക്ക് പറയത്തില്ല കേട്ടോ. അപ്പോൾ എന്നും നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ, രാത്രിയിലോ രാവിലെ നമുക്കിത് ചെയ്യാം. അപ്പോഴേ നമ്മുടെ വീട്ടിലുള്ള രണ്ടേ ഐറ്റങ്ങൾ മാത്രം മതി കേട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണേ എന്ന് ഞാൻ പറയുമല്ലോ, ചെയ്ത് നോക്കണേ അത് നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ. നമ്മുടെ ഈ ശരീരത്തെ മൊരിച്ചിലൊക്കെ ഉണ്ടല്ലോ, ചിലർക്കൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ, ഈ കയ്യിലും കാലിലും ഒക്കെ മൊരിച്ചിൽ പോലൊക്കെ വരുന്ന അങ്ങനെയൊക്കെ ഉള്ളവർക്ക് നല്ലതാണ്. എല്ലാവർക്കും ഇത് ചെയ്യാം കേട്ടോ, ഇതിന് ഒരു പ്രശ്നമില്ല, എല്ലാവർക്കും ചെയ്ത് നോക്കാം കേട്ടോ. ഞാൻ സുപ്പ് കാണിക്കുന്ന എല്ലാ താന്ത്രിക വിദ്യകളും എല്ലാവർക്കും പരീക്ഷിക്കാം കേട്ടോ. പരീക്ഷിക്കുകയല്ല, നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതാണ് കാണിച്ചു തരുന്നത് കേട്ടോ. എനിക്ക് നല്ല റിസൾട്ട് കിട്ടുന്നത് കൊണ്ടാണ് എൻ്റെ കൂട്ടുകാരുമായിട്ട് ഞാനിത് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ പറയും അല്ല ചുമ്മാ വെറുതെ കാണിക്കുന്നേ, ഒന്നുമല്ല കേട്ടോ. നമുക്ക് നല്ലതെന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന, നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന സംഭവങ്ങൾ മാത്രമേ കാണിക്കത്തുള്ളൂ. പൊട്ടയൊന്നും സുപ്പ് കാണിച്ചു തരത്തില്ല. പിന്നെ എപ്പോഴും എന്ത് ചെയ്താലും ഇതിലൊന്നും നമുക്കൊരു കുഴപ്പവും വരത്തില്ല കേട്ടോ. അപ്പോഴും നിങ്ങൾക്ക് വേറെ മറ്റുള്ള പായ്ക്കുകളൊക്കെ ഇടുമ്പോൾ എന്തായാലും നിങ്ങൾ നമ്മുടെ കയ്യിലോ ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രം നിങ്ങൾ ഇതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇത് നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ട കാര്യമേ ഇല്ല കേട്ടോ. നമുക്ക് എല്ലാവർക്കും നമുക്ക് ചെയ്യാവുന്ന കാര്യമുള്ളൂ, എല്ലാവർക്കും ചെയ്യാം കേട്ടോ. അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണം. അപ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. എനിക്ക് ചിരി വരുന്നത് കേട്ടോ. അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കണേ എന്ന് പറയുമ്പോൾ ആരും ചെയ്ത് നോക്കുന്നതായിട്ടൊന്നും പറയുന്നില്ല. അടിപൊളി സൂപ്പർ എന്നൊക്കെ പറയുന്നുണ്ട്, എന്നാലും ചെയ്ത് നോക്കുന്നതെന്ന് ആരും പറയുന്നില്ല കേട്ടോ. അപ്പോൾ ചെയ്ത് നോക്കണേ എല്ലാവരും കേട്ടോ. ഞാൻ അതല്ലേ ഇങ്ങനെയൊക്കെ കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ ഒക്കെ കാണാൻ പോകാം. നമുക്കൊരു അടിപൊളി ക്രീം ഉണ്ടാക്കി നമ്മുടെ മുഖത്തൊക്കെ ഇടാം കേട്ടോ. സൂപ്പർ കിട്ടു ക്രീമാണ്. സുപ്പുവിൻ്റെ താന്ത്രിക വിദ്യകളൊക്കെയാണ് ഇത് കേട്ടോ. അപ്പോഴേ എല്ലാവരും പരീക്ഷിച്ച് നോക്കണം. ഇന്നലെയും ഞാൻ പറഞ്ഞു ചെയ്ത് നോക്കണമെന്ന്. ആരൊക്കെ ചെയ്ത് നോക്കി കൈയൊന്ന് പൊക്കിക്കേ. ആരെയും കാണുന്നില്ലല്ലോ. അപ്പോഴാരും ചെയ്ത് നോക്കിയില്ല. ഇന്നലെ ഞാൻ കാണിച്ചത് അല്ലേ, ഞാൻ മിണ്ടത്തില്ല. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഞാനിങ്ങനെ ഓരോ ദിവസം ഓരോന്ന് ചെയ്ത് കാട്ടിക്കൂട്ടുക. എല്ലേട് കാക്കച്ചി കണ്ടോ, അവൾക്ക് നല്ല അനുസരണയാണ്. കൈ പൊക്കാൻ പറഞ്ഞപ്പോൾ അവൾ കാന്ന് പറഞ്ഞ് കേൾപ്പിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്രീം അടിപൊളി ക്രീമാണ്. നമുക്ക് രാത്രിയിലും രാവിലെയൊക്കെ നമുക്കിത് തേക്കാം കേട്ടോ. രാവിലെയും വൈകിട്ടും ഒക്കെ നമുക്കിത് തേക്കാം. അത്രയ്ക്ക് നല്ല റിസൾട്ടാണ് നമുക്ക് കേട്ടോ. അപ്പോഴേ കുഞ്ഞു വാവന്മാരെ പോലെയൊക്കെ ഇരിക്കും നമ്മൾ കേട്ടോ. എപ്പോഴും നമ്മുടെ സ്കിന്നൊക്കെ നല്ല സോഫ്റ്റും ഒക്കെ ആവും കേട്ടോ. കുഞ്ഞുവാവന്മാരുടെയൊക്കെ ശരീരം കണ്ടിട്ടില്ലേ, ഉണ്ണിവാവന്മാരുടെ നല്ല പളപളാന്നുള്ള ശരീരമല്ലേ. അപ്പോഴതുപോലെയൊക്കെ ആവും. ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ ഒന്ന് ഞെക്കിയൊക്കെ നോക്കിയാൽ മതി, നല്ല പളപള. ജോലിയൊന്നും ചെയ്യാതെ എന്നെ പോലെ കള്ളം കളിച്ചിരിക്കുന്നവരുടെ ശരീരമാണെങ്കിൽ ഇങ്ങനെ പദം എന്ന് കേൾക്കും കേട്ടോ. ഇവിടുത്തെ ജോലിയൊക്കെ പിന്നെ ആരാ ചെയ്യുന്നത്? സരസ് കാണോ? സരസ് ചുമ്മാ കള്ളത്തരം. ഞാനാ എല്ലാം ചെയ്യുന്നത് കേട്ടോ. പാവം സരസ് ഇതുവരെ ഇനി വന്നില്ല. സരസ് അവിടെ മരുമോളെ കണ്ടോളാൻ വയ്യാന്ന് പറഞ്ഞ് ഭയങ്കര ബഹളമാണ് പിള്ളേർ. സരസിനെ ഇതുവരെ ഇനി കൊണ്ടുവന്നില്ല കേട്ടോ, എത്തിച്ചില്ല. സരസു ഇന്ന് വൈകുന്നതിന് മുന്നേ ഇവിടെ വന്നോണം കേട്ടോ, അല്ലെങ്കിൽ ഞാൻ അടി തരുവേ. എനിക്കാണെങ്കിൽ കണ്ടോളാനും വയ്യ. അയ്യോ കണ്ണൊക്കെ അങ്ങോട്ട് കണ്ണാണ് ദാഹിച്ചിരിക്കുന്നത് സരസുവിനെ കാണാൻ. എന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും ഒരു ശ്മശാന മൂകതയാണ് അമ്മയില്ലാത്തപ്പം. അമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ കിടന്ന് സംസാരിക്കുകയും കൊച്ചുങ്ങളെ വിളിക്കുകയൊക്കെ ചെയ്യുമല്ലോ. അപ്പോഴും നമുക്കൊരു ഇവരും കൂടി ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഈ വീട് പൊതുവേ ഉറങ്ങിക്കിടക്കും. ഞാൻ മാത്രം പെരയ്ക്കകത്ത് കാണും കേട്ടോ. അപ്പോൾ കഥയും പറഞ്ഞിരുന്നാലും ഒക്കെ നമുക്ക് നമ്മുടെ ക്രീം ഉണ്ടാക്കി മുഖത്തൊക്കെ അങ്ങോട്ട് തേക്കേണ്ടായോ. അപ്പം നിങ്ങളെല്ലാവരും കാത്തിരിക്കുമായിരിക്കും, ഈ പെണ്ണുപിള്ള എന്തുവാ ഈ വലിച്ചു നീട്ടി, ഇങ്ങനെ കമൻറ്റ് വരുന്നത്, എന്തുവാ നിങ്ങളിങ്ങനെ വലിച്ചു നീട്ടി കൊണ്ടുപോകുന്നതെന്ന്. എൻ്റെ പൊന്നേ, എന്നെ കൊല്ലല്ലേ നിങ്ങൾ. ഇപ്പോൾ നമുക്ക് നമ്മുടെ ക്രീം ഉണ്ടാക്കാൻ നമ്മുടെ വീട്ടിലുള്ള രണ്ടേ ഐറ്റങ്ങൾ മാത്രം മതി. എളുപ്പം നമുക്ക് ആ ക്രീം ഉണ്ടാക്കാം കേട്ടോ. കറ്റാർവാഴ ജെല്ല് കേട്ടോ. ഞാൻ ഇനി ആരോട് പറയുമോ എന്തോ കേട്ടോ, തീർന്നൊക്കെ വരുവാണ്. അപ്പോഴാദ്യമേ നമുക്ക് ആലോവേരയുടെ ജെല്ല് വേണം കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ബേബി ഓയിലുണ്ടല്ലോ.
ഇവിടുത്തെ 2 ബേബിമാർ, ഈ ബേബി ഇതൊക്കെ തന്നെ തേക്കുന്നത് കേട്ടോ. ഈ ബേബിക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ബേബി പൗഡർ, ബേബി ഇതേപോലെ ഓയിൽ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ വാങ്ങിച്ച് വെച്ചേക്ക് ഹിമാലയയുടെ കേട്ടോ. അപ്പോഴേ ഇത് 2 മാത്രം മതി നമുക്കിത് സംഭവം ചെയ്യാൻ, ഈ ക്രീം ഉണ്ടാക്കാൻ. അപ്പോഴും നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇവിടെ നമ്മുടെ സൂര്യനമ്മാവനെ കാണുന്നേ ഇല്ല കേട്ടോ. ആളിനെ ഞാൻ ഇന്നത്തെ ദിവസം രാവിലെ മുതൽ നോക്കിയിരിക്കാം, പക്ഷെ ആളിനെ ഞാൻ ഇതുവരെയും കണ്ടില്ല. സൂര്യനമ്മാവനെ അങ്ങോട്ട് വല്ലാതെ കിടക്കുക. അപ്പോൾ ഇത് നമ്മുടെ ആവശ്യത്തിന് എടുക്കാം കേട്ടോ. നിങ്ങൾക്കിപ്പോൾ 2 സ്പൂണ് വേണ്ടതെങ്കിൽ 2 സ്പൂൺ എടുക്കാം. ഞാനിപ്പോൾ എനിക്ക് ഇത്രയും മതി കേട്ടോ. അപ്പോഴപ്പോഴും നമുക്ക് എൻ്റെ സാറേ ഇതിൻ്റെ മണം ഉണ്ടല്ലോ, നമ്മളെ അങ്ങോട്ട് അടിച്ചും മയക്കി കിടക്കും കേട്ടോ. അത്രയ്ക്ക് മണം ഇത് 2 പേരും കൂടെ അങ്ങോട്ട് ചേരുമ്പോൾ. എന്താണെന്നറിയത്തില്ല, പ്രേമമായിരിക്കും ഇത് 2 കൂടെ കേട്ടോ. അത്രയ്ക്ക് നല്ല മണമാണ്. ബേബി ഓയിൽ നമ്മൾ അല്ലെങ്കിൽ തന്നെ നമ്മൾ എപ്പോഴും തേക്കും. ഇവർക്ക് പൗഡറൊക്കെ ഭയങ്കര ഇഷ്ടം കേട്ടോ. ചില സമയത്ത് അവർ പറയുന്നു കുഞ്ഞുവാവ മാതിരി ഇരുന്നാൽ മതി. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ. അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. അപ്പോൾ ഇത് 2 കൂടെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു ക്രീം മാതിരി നമുക്ക് ആക്കിയെടുക്കണം. ഇതുവരെ ക്യാമറ ഓണാണോന്ന് ഞാൻ നോക്കിയില്ല പിള്ളേരെ കേട്ടോ. ക്യാമറ ഓണൊക്കെയാണ്. ചിലപ്പോൾ ഇല്ല കോങ്കണ്ണി മാതിരി അങ്ങോട്ട് നോക്കും. ഇതുവരെ ഞാൻ അങ്ങോട്ട് നോക്കിയില്ല കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ നന്നായിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്യട്ടെ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഓണമൊക്കെ എന്തായി? പിന്നെ ചിങ്ങം ഒന്ന് എല്ലാവരും വരവേക്കാൻ വേണ്ടി വീടൊരുങ്ങിയോ നാടൊരുങ്ങിയോ നിങ്ങളൊരുങ്ങിയോ? എന്നെ നോക്കി എപ്പോഴും ഒരുങ്ങി, ചിലപ്പം ഞാൻ തന്നെ എപ്പോഴും ഒരുങ്ങിക്കെട്ടിയിരിക്കുക. മുല്ലപ്പൂ വെക്കുന്നുണ്ട് അങ്ങനെയൊക്കെ തോന്നുന്നത് കേട്ടോ. പിന്നെ എപ്പോഴും നമ്മൾ പുട്ടും പൂവും വെക്കല്, മുല്ലപ്പൂവൊക്കെ വെച്ച് കാണുമ്പോൾ നമ്മൾ എപ്പോഴും ഒരുങ്ങി ചമഞ്ഞങ്ങ് നിൽക്കുവാന്ന് ആൾക്കാർക്കൊക്കെ തോന്നും കേട്ടോ. പിന്നെ ഇന്ന് രാവിലെ മുതൽ തുടപ്പാണ്. അപ്പോൾ ജോലി ഒതുക്കിയാൽ നമുക്ക് എവിടെയെങ്കിലും ഇരിക്കാമല്ലോ. നാളത്തെ ദിവസം ബാക്കിയൊക്കെ ചെയ്താൽ മതിയല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഇന്ന് നമ്മുടെ റൂമുകളെല്ലാം തുടച്ച് രാവിലെ ചായ കുടിച്ചിട്ട് കാപ്പി ഉണ്ടാക്കുന്നതിന് മുന്നേ തുടച്ചെല്ലാം കേട്ടോ. ഇപ്പോൾ ഈ സിറ്റ് ഔട്ടും നമ്മുടെ കുഞ്ഞടുക്കള മാത്രം തുടച്ചാൽ മതി. ബാക്കിയൊക്കെ ഒരുവിധം എൻ്റെ തുടപ്പൊക്കെ കഴിഞ്ഞു, മുറി തുടപ്പൊക്കെ കഴിഞ്ഞു. ഇനി നാളെ നമുക്ക് മറ്റന്നാളിലല്ലേ, ശനിയാഴ്ചയല്ലേ, അപ്പോൾ നാളെ നമുക്ക് മുറ്റത്ത് തൂത്തു അരിയൊക്കെ ചെയ്താൽ മതിയല്ലോ. ഞാനിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ട് വരാം കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കും ഒത്തിരി സമയം എടുക്കുന്നില്ല, നിങ്ങളെന്നെ തല്ലി കൊല്ലുകയും ചെയ്യും. നമ്മളൊരു 5 മിനിറ്റ് കൊണ്ട് മിക്സ് ചെയ്യട്ടോ. അപ്പോൾ നന്നായിട്ട് ഇത് മിക്സ് ചെയ്യണം, നന്നായിട്ട് ഇത് കൂടി ചേരണം കേട്ടോ. എന്നാലേ അതിനൊരു പ്രയോജനമുള്ളൂ. നന്നായിട്ട് ഒന്ന് എണ്ണയും ഒന്ന് ജെല്ലും അല്ലേ. അത് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം മാത്രം നമ്മളിങ്ങനെ പട്ടി കൊടുക്കണം കേട്ടോ. അപ്പോഴും മുഖമൊക്കെ നന്നായിട്ട് സോപ്പിട്ട് കഴിയതിന് ശേഷം കേട്ടോ. രാത്രിയിൽ ഉറങ്ങുമ്പോൾ നിങ്ങളിത് തേച്ചിട്ട് കിടന്നു, കഴുകി കളയൊന്നും വേണ്ട ഇത് കേട്ടോ. അങ്ങനെ ഇരുന്ന് ഒട്ടേ മുഖത്ത് ചാച്ചി ഉറങ്ങിക്കോ. ഇതും പുരട്ടി എന്നിട്ട് രാവിലെ നമ്മുടെ മുഖം നന്നായിട്ട് കുളിച്ചിട്ടോ ഒക്കെ നമുക്കിത് പുരട്ടാം കേട്ടോ. കാലിലും കയ്യിലും മുഖത്തും ഇതാണ് കേട്ടോ. ഇത് കണ്ട നമുക്ക് പുരട്ടി കൊടുക്കാം കേട്ടോ. എന്തൊരു മണമാണെന്നറിയാം എൻ്റെ സാറേ, എന്തൊരു മണമാണെന്നറിയാം, പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു മണമോ ഇതിൽ കേട്ടോ. അപ്പോഴും മുഖത്തും നമ്മുടെ കയ്യിലും കഴുത്തിലും ഒക്കെ നമുക്ക് വാരി പൂശാം കേട്ടോ. എന്ത് രസമാണെന്നറിയാം. എനിക്ക് ഈ മണം പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു മണം കേട്ടോ. നമ്മുടെ മുഖത്തെ ചുളിവുകളും എല്ലാം നമുക്ക് മാറിക്കിട്ടും ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കേട്ടോ. എല്ലാവരും ചെയ്ത് നോക്കണം. ഉണ്ണികളൊക്കെ ഉള്ള അമ്മമാരൊക്കെ കാണുമല്ലോ. ചില സമയം അമ്മൂമ്മമാരൊക്കെയാണോ എന്തോ പ്രായമുള്ള അമ്മമാരൊക്കെ ആയിരിക്കും എന്നോട് മോളെ 60 വയസ്സ് കഴിഞ്ഞവർക്ക് ചെയ്യാമോ ഈ സുപ്പു കൊച്ച് ചെയ്യുന്നതെല്ലാം എല്ലാവർക്കും ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. നമ്മുടെ അമ്മമാർക്ക് എല്ലാവർക്കും ചെയ്യാവുന്നതേ ഉള്ളൂ. അതുപോലുള്ള കാര്യങ്ങളാണല്ലോ ഞാൻ എപ്പോഴും ചെയ്ത് കാണിക്കും. മരുമക്കൾ കാണുവാണെങ്കിൽ നിങ്ങളുടെ അമ്മമാർക്കൂടെ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ സത്യം നമ്മുടെ വീട്ടിലുള്ള നമ്മൾക്ക് എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യം ഞാൻ ചെയ്ത് കാണിക്കുന്നത് കേട്ടോ. ഇപ്പോൾ ആരെയും നമുക്ക് മാറ്റി നിർത്തേണ്ട കാര്യമേ ഇല്ല. ഇതൊക്കെ എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ കേട്ടോ.
എല്ലാവർക്കും പിന്നെ നമ്മൾ കുറച്ചളവിലൊക്കെ ചെയ്ത് വയ്ക്കുക. വെറുതെ ഫ്രിഡ്ജിനകത്ത് കൊണ്ട് വെച്ച് വെറുതെ അഴുക്കാക്കി കളയാതെ. ഇതിപ്പം തന്നെ ഞാൻ 1 സ്പൂണല്ലേ എടുത്ത്, എനിക്കിത് മതി. ഇതിപ്പോൾ ഇന്നത്തെ ആവശ്യത്തിന് ഇത് മതി. രാവിലെ മുതൽ വൈകിട്ട് വരെ നിൽക്കാൻ ഇത് മതി, അല്ലെങ്കിൽ രാത്രി ഇട്ട് നിൽക്കാനും ഇത് മതി. ഈ 1 സ്പൂണ് മതി കേട്ടോ. അപ്പോഴും മുഖത്തും കാലിലും കയ്യിലും ഒക്കെ നമുക്ക് തേക്കാം. കാല് വേണമെങ്കിൽ ചെയ്താൽ മതി, അല്ലെങ്കിൽ നമുക്ക് കഴുത്തിലും നമ്മുടെ കയ്യിൽ മാത്രമായിട്ട് നമുക്ക് ഇത് ചെയ്യാം കേട്ടോ. എന്നിട്ട് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്യണം കേട്ടോ. പുരട്ടി കഴിഞ്ഞ് ഇതിങ്ങനെ ഇരുന്ന് നമ്മുടെ സ്കിന്നുമായിട്ടങ്ങ് ഒരു കൂട്ടായിക്കോളും കേട്ടോ, ഒരു കമ്പനി ആയിക്കോളും. ഇങ്ങനെ നമുക്ക് നമ്മുടെ കയ്യിലും എല്ലാം പരട്ടി കൊടുക്കാം. ഇങ്ങനെ അങ്ങോട്ട് പരട്ടി നമ്മൾ ഓയിൽ തേക്കത്തില്ലേ, അതുമാതിരി തന്നെ സംഭവം. നമ്മൾ ഓയിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇട്ട് കൊടുക്കത്തില്ല, അതുമാതിരി നമുക്കും വല്ലപ്പോഴും ഒക്കെ ഒന്ന് കുഞ്ഞുവാവയാവേണ്ടി. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇടയ്ക്കും എന്നും ഒക്കെ നിങ്ങൾ ചെയ്തോ. എന്താ ഈ പൊരിച്ചിലൊക്കെ ഉണ്ടല്ലോ, ശരീരത്ത് വരുന്ന പൊരിച്ചിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ചിലർക്കൊക്കെ ഇങ്ങനെ പൊരിഞ്ഞിളകുന്ന ഒരു ഇതുപോലെ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോഴങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഇത് ചെയ്യാം കേട്ടോ. ആ പൊരിച്ചിലിൽ നിന്നൊക്കെ നമുക്കൊരു ശമനം ഉണ്ടാവും കേട്ടോ. നമ്മുടെ ഇവിടുത്തെ ഈ മുട്ടിൻ്റെ കറുപ്പൊക്കെ ഒത്തിരി മാറി വ്യത്യാസമുണ്ട് കേട്ടോ. ഞാനില്ലല്ലോ അതൊക്കെ ചെയ്ത ഒത്തിരി വ്യത്യാസമുണ്ട്. അപ്പോഴേ പറഞ്ഞു തരുന്ന ചെയ്ത് കാണിക്കുന്ന കാര്യങ്ങൾ എപ്പോഴും നമുക്ക് നല്ല റിസൾട്ട് തരുന്നത് തന്നെയാണ് കേട്ടോ. നിങ്ങൾ ചുമ്മാതാണെന്ന് വിചാരിച്ചിരിക്കല്ലേ, സത്യമായിട്ട് ഇതെല്ലാം നമുക്കത് ഇപ്പം കയ്യിലൊക്കെ പുരട്ടുമ്പോൾ എന്താ തണുപ്പെന്നറിയാമോ. നമ്മുടെ ആ ജെല്ലിൻ്റെയും ആലോവേരയുടെ ആ ജെല്ലിൻ്റെയും ഒക്കെ എന്തോ ഒരു തണുപ്പാണെന്നറിയാമോ. വെറുതെ പറയുന്നതല്ല. ഇങ്ങനെ അങ്ങോട്ട് എടുത്ത് എന്താ ഇതിനൊന്നും വലിയ ചിലവൊന്നുമുള്ള കാര്യങ്ങളല്ല കേട്ടോ. ഇതൊക്കെ നമുക്ക് ഇച്ചിരി ഓയിൽ വാങ്ങിച്ച് വെച്ചിരുന്ന നമുക്ക് എപ്പോഴും നമ്മുടെ മക്കൾക്കും പുരട്ടി കൊടുക്കാം. ഇവരെപ്പോഴും ഇതൊക്കെ ചെയ്യും കേട്ടോ. മോടെ ശരിയാണെങ്കിൽ ഇങ്ങനെ എന്തായാലും നല്ല സോഫ്റ്റായി എപ്പോഴും കേട്ടോ. ചിലർ പിന്നെ വെളിച്ചെണ്ണയൊക്കെ പുരട്ടുന്നവരുണ്ടല്ലോ. എനിക്ക് അത്ര ഇഷ്ടമല്ല കേട്ടോ വെളിച്ചെണ്ണയോട്. അപ്പോഴത്തേ നമ്മുടെ ഇതെല്ലാം തീർന്നു. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് മസാജ് ചെയ്യണം കേട്ടോ. റൗണ്ടിൽ നമുക്ക് ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്യണം കേട്ടോ. ഇതേ തൊടുത്തൊക്കെ അങ്ങോട്ട് വരും, നല്ല കളറും കിട്ടും. നമ്മുടെ മുഖത്ത് നല്ല ഇതാ മുഖമൊക്കെ തൊടുമ്പോൾ ഇതിങ്ങനെ നമ്മൾ റൗണ്ടിൽ ഇങ്ങനെ അങ്ങോട്ട് മഴ കേട്ടോ. മഴ ചന്നുന്നു, വെട്ടമൊന്നുമില്ല. പിന്നെ അപ്പുറത്ത് നിന്നാൽ ഒട്ടും വെട്ടമില്ല കേട്ടോ. അതാ ഇവിടെ വന്നിരുന്നേന്ന്. എന്താ മണമെന്നറിയോ. കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം വന്ന് ഇങ്ങനെ ചെയ്തോളൂ കേട്ടോ. മുഖമൊക്കെ നന്നായിട്ട് കഴുകി അപ്പോഴും നമ്മുടെ മുഖമൊക്കെ നല്ല ഇതാവും കേട്ടോ. ഇത് ഇങ്ങനെ ചെയ്തുകൊണ്ട് ഒരു 5 മിനിറ്റൊക്കെ നമുക്ക് ഇങ്ങനെ ചെയ്യാം കേട്ടോ. നമ്മുടെ ഇരട്ടത്താടി വരാതിരിക്കാൻ ഇങ്ങനെയൊക്കെ ചെയ്യണം. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യണം കേട്ടോ. ഇങ്ങനെയൊക്കെ നമ്മൾ ഇതേപോലുള്ള ക്രീമുകളൊക്കെ ഉണ്ടാക്കി പുരട്ടുമ്പോൾ നമ്മളിങ്ങനെയൊക്കെ ചെയ്തോളാം കേട്ടോ. ഇപ്പം തന്നെ നമ്മുടെ ഒരു ബേബിയുടെ ഒരു മണമൊക്കെ വരുന്ന എൻ്റെ അടുത്ത് കേട്ടോ. കുഞ്ഞുമാവന്മാരുടെ ഒരു മണമല്ലേ നമ്മളിതൊക്കെ പുരട്ടുമ്പോൾ അല്ലേ. ഇങ്ങനെ നമുക്ക് മസാജ് ചെയ്ത് അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കൂ. എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. നമ്മുടെ വീട്ടിലുള്ള കുഞ്ഞ് ഐറ്റങ്ങളാണല്ലോ ഇതൊക്കെ കേട്ടോ. മുഖം പോലെ തന്നെ എപ്പോഴും നമ്മുടെ കൈയും കാലും ഒക്കെ
നന്നായിട്ട് നീറ്റാക്കി വെക്കാനും ശ്രമിക്കണം. തുണിയൊക്കെ കഴുകുമ്പോൾ നന്നായിട്ട് ബ്രഷൊക്കെ ഇട്ട് നമ്മുടെ കാലിൻ്റെ വിരലുകളൊക്കെ വൃത്തിയാക്കി വെക്കണം. കൈവിരലുകളാണെങ്കിലും എല്ലാവരും എന്നോട് ചോദിക്കും. എപ്പോഴും എനിക്കും പണ്ടേ പഠിക്കുന്ന സമയത്ത് ഞാൻ നഖം വളർത്താറുണ്ടായിരുന്നു. പിന്നെ ഈ മക്കൾ കുഞ്ഞുവാവന്മാരായിട്ട് ഇരുന്നപ്പോൾ അപ്പോഴും നഖം വളർത്താനൊക്കത്തില്ലായിരുന്നു. എനിക്ക് പേടി. അവരെ കുളിപ്പിക്കുമ്പോഴുണ്ടല്ലോ, നമ്മൾ കണ്ണൊക്കെ ഇങ്ങനെ എടുത്തൊക്കെ എന്തെങ്കിലും ചെയ്യുമ്പോഴേ ഈ നഖം കൊള്ളുമോയെന്നൊരു പേടി. അങ്ങനെ പിന്നെ കുറേ നാൾ അങ്ങനെ നഖം വളർത്താതിരുന്നു കേട്ടോ. ആ ഒരു സമയത്തെ നഖം വളർത്താതിരുന്നുള്ളൂ. പിന്നെ എപ്പോഴും പിന്നെ ഇപ്പം ചിലപ്പോൾ ആരെങ്കിലും കണ്ണു വിടുമ്പോൾ ഓരോന്നൊക്കെ പോകും. പിന്നെ വീണ്ടും കിളിർത്ത് കേട്ടോ. എനിക്ക് പഠിക്കുന്ന സമയത്ത് നമ്മൾ കോളേജിലൊക്കെ പോകുന്ന സമയത്ത് കാല് വരെ നഖം വളർത്തുമായിരുന്നു. ഇപ്പം പക്ഷേ എനിക്ക് കാല് നഖം വളർത്താനൊക്കത്തില്ല. ആ കാലിൻ്റെ 2 സൈഡിലുണ്ടല്ലോ ഭയങ്കര വേദന. അപ്പോഴും ഞാനോ അല്ലെങ്കിൽ മോളെയും കൊണ്ടോ ഞാനങ്ങ് കട്ട് ചെയ്ത് കളയും. എനിക്ക് ഭയങ്കര വേദന. അപ്പോൾ ഇപ്പോഴെനിക്ക് വളർത്താൻ കുഴപ്പമില്ല. സൈഡ് വെട്ടി നമ്മൾ ഒതുക്കി നമുക്ക് നല്ലതായിട്ട് വൃത്തിയാക്കി വെച്ചാൽ നമുക്ക് ഇപ്പം പിന്നെ അങ്ങനെ കാലിനകത്ത് അങ്ങനെ നഖം വളർത്തലൊന്നുമില്ല. ഇതേ കണ്ടോ, നമ്മൾ തൂക്കുമ്പോൾ ഇത് നമ്മുടെ ആ ശരീരമായിട്ട് അങ്ങ് ഇതാവും കേട്ടോ. കണ്ടോ, ഇത്രയും നേരം ഇവിടെ ഇരുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ അത് ഒട്ടുമേ ഇല്ല. നമ്മൾ കഴുകിക്കളയേണ്ട കാര്യമേ ഇല്ല കേട്ടോ. കഴുകിക്കളയരുത്. ഇങ്ങനെ അങ്ങ് നമ്മൾ രാത്രി കിടന്ന് ഉറങ്ങുമല്ലോ, എന്തെങ്കിലും അല്ലെങ്കിൽ തന്നെ നമ്മൾ എന്തെങ്കിലും മുഖത്തിട്ടിട്ട് ഇതൊക്കെ എന്തെങ്കിലും തേച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ കഴുകിയിട്ട് പിന്നെ എന്തെങ്കിലും അത് നമ്മൾ ഇടുമല്ലോ, എന്തെങ്കിലും ഒരു ക്രീമൊക്കെ ഇട്ടുകൊണ്ടല്ലേ ചിലരൊക്കെ ഉറങ്ങത്തുള്ളൂ. ഞാനൊന്നും ചെയ്യാറില്ല. ഞാൻ പിന്നെ നന്നായിട്ട് മുഖം കഴുകിയിട്ട് കിടന്നുറങ്ങും. നന്നായിട്ട് നമ്മൾ പച്ചവെള്ളത്തിൽ ഉറങ്ങുന്നതിന് മുന്നേ നന്നായിട്ട് കഴുകിയിട്ട് പോയി കിടന്നുറങ്ങുന്നത്. അപ്പോഴും നമുക്ക് ഉറക്കത്തിനൊരു സുഖമുണ്ട്, ഉറങ്ങി അങ്ങ് പോകും. അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കണം. ഇത് നല്ലൊരു കിടുക്കാച്ചി ക്രീമാണ് കേട്ടോ. അപ്പോൾ ഈ എണ്ണ ഇത് നമ്മുടെ ഓയിലൊന്നും ഇല്ലാത്തവർ വാങ്ങിച്ചൊക്കെ വെച്ച് വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ ചെയ്ത് നോക്കണേ. ഹിമാലയയുടെ ഇതിന് 130 രൂപയുള്ളൂ. 100 ml കേട്ടോ, 130 രൂപയുള്ളൂ. ചേട്ടന്മാരോടൊക്കെ സോപ്പിട്ട് വാങ്ങിച്ചു തരാൻ പറ കേട്ടോ. ഇഷ്ടം ഒത്തിരി നാളത്തേക്ക് നമുക്ക് കാണും. നമ്മൾ പറയുന്ന ഒത്തിരി ഒന്നും എടുത്ത് ഒത്തിരി ഒന്നും ഒഴിക്കണ്ടല്ലോ. കുഞ്ഞൊരു സ്പൂണിന് ഇങ്ങനെ ഒഴിച്ചിട്ട് നിങ്ങൾ രാത്രിയിലും രാവിലെയൊക്കെ ചെയ്ത് നോക്കണം കേട്ടോ. ചേട്ടന്മാരൊക്കെ എന്തായാലും നമ്മുടെ ശരീരം പോലെ തന്നെ അവർ നമ്മുടെ സൗന്ദര്യം അവരൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരായിരിക്കും കേട്ടോ. സ്നേഹമുള്ള ചേട്ടന്മാരെ അപ്പോഴേ പറഞ്ഞാൽ മതി. പിന്നെ അവരെല്ലാം വാങ്ങിച്ചു തരും കേട്ടോ. അതുപോലെ സോപ്പിട്ട് നിന്നോണം. സുപ്പുയുടെ സോപ്പിടിയിൽ തന്നെയാണ് എനിക്കെല്ലാം വാങ്ങിച്ചു തരും കേട്ടോ. എപ്പോഴും എല്ലാവരുടെയും വീടുകളിലൊക്കെ കാണും കേട്ടോ. മിക്കയിടത്തും ഞാൻ കാണുന്ന വീഡിയോക്കകത്തെല്ലാം കുഞ്ഞു മക്കളൊക്കെ ഉണ്ട്. എല്ലാവരുടെയും വീടുകളിൽ അപ്പോഴും കാണുമായിരിക്കും. അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. നമ്മൾ തേച്ച സംഭവം എങ്ങോട്ട് പോയെന്നൊന്നും എനിക്കറിയത്തില്ല. ഒളിച്ചോടി പോയെന്നാ തോന്നേ. അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കണം. കണ്ട എൻ്റെ ആ ശരീരത്ത് തേച്ചപ്പോൾ തന്നെ അതങ്ങ് ഇല്ല കേട്ടോ, കാണാനേ ഇല്ല സംഭവം. അത്രയ്ക്ക് കിടുക്കാച്ചിയ. അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കണം. പ്രായം ഒരു പ്രശ്നമേ അല്ല. എല്ലാവർക്കും ചെയ്യാം കേട്ടോ. എല്ലാവർക്കും ചെയ്യാം. എല്ലാവരും ചെയ്ത് നോക്കണം. എന്നിട്ട് റിസൾട്ടൊക്കെ പറയണം. നല്ല കമൻറ്റുകൾ അയക്കണം. ഞങ്ങൾ ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ സുഖം ഭയങ്കര സന്തോഷം കേട്ടോ. അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കണം. നമ്മുടെ വീട്ടിലുള്ള സംഭവങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ കുഞ്ഞു വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ തന്നെയുള്ളായിരുന്നു. അപ്പോൾ നാളെ നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും തമ്പുരാനെ നല്ലത് മാത്രം വരുത്തട്ടെ. അപ്പോൾ നാളെ കാണാം കേട്ടോ.